ഷീജ കൂടി ചേരുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും. ഷീജ, അവിടെ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നിലവിലുള്ള സാഹചര്യം? അതിലേതായാലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയാണ്. ഇതിനകം 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ലത്തീഫിന്റെ ഭാര്യ, അതോടൊപ്പം തന്നെ ഫർസാന, കൂടാതെ അമ്മുമ്മ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അഫാന്റെ സഹോദരന്റെ മൃതദേഹം കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഏതായാലും എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം, അതായത് അഫാന്റെ ബന്ധുക്കളുടെ 4 പേരുടെയും മൃതദേഹം ഒരു ജുമയിൽ തന്നെയായിരിക്കും ഖബറടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പ്രതി അഫാൻ നിലവിലിപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുക തന്നെയാണ്. ഇന്ന് പൂർണ്ണമായും നിരീക്ഷണത്തിൽ ഉണ്ടാകും എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേക മെഡിക്കൽ ബോർഡ് തന്നെ ഇതിനുവേണ്ടി രൂപീകരിച്ചാണ് അഫാന്റെ ആരോഗ്യനില പരിശോധിക്കുന്നത്. കാരണം അഫാൻ ഏതെങ്കിലും തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഏറെ പ്രസക്തമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയായിരുന്നോ അഫാൻ എന്നുള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അഫാന്റെ രക്തസാമ്പിൾ അടക്കം പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. ഈ പരിശോധനാ ഫലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ അഫാൻ ഉപയോഗിച്ചിരുന്നു എന്നത് കൂടുതൽ വ്യക്തത വരും. പക്ഷേ ഇപ്പോൾ അഫാന്റെ മൊഴിയെടുക്കൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ അഫാനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. നിലവിൽ അഫാൻ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് പറഞ്ഞത് കഴിഞ്ഞ ഒരു മാസമായി താൻ മദ്യപിക്കുന്നുണ്ട്, പക്ഷേ മറ്റൊരു തരത്തിലും ലഹരി ഉപയോഗം തനിക്ക് ഇല്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. കാരണം കേവലം 23 വയസ്സ് മാത്രമുള്ള വ്യക്തിയാണ് ഈ പ്രതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക ബോർഡ് ചേർന്ന് സൈക്കാട്രി വിഭാഗം അടക്കം ചേർന്ന് പരിശോധനകൾ നടത്തുന്നതും. നിലവിലിപ്പോൾ ഏതായാലും പോലീസിന്റെ മൊഴിയെടുക്കൽ ഏതായാലും ഇപ്പോഴും തുടരുകയാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാനും സാധിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഇനി നടക്കാൻ പോകുന്ന അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.